ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, കാടിന് നടുവിലൂടെ 3000 സ്റ്റെപ്സ് ഇറങ്ങി പല ശ്വാസം നിലയ്ക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണിച്ച് തളർന്ന് നമ്മൾ അങ്ങനെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കണ്ടു അല്ലേ. സോ അവിടെ ചെന്ന് കഴിയുമ്പോൾ തോന്നുന്നു മനസ്സറിഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിൽ നീരാടിയാലോ എന്ന്. അത്രമാത്രം വെള്ളമല്ല അവിടെ ഉള്ളത്, എന്ത് നല്ല കാഴ്ചകളായിരുന്നു അല്ലേ. സോ അതിന് നമുക്ക് അവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് മുതൽ ഒരു 1 അവർ വരെ നടക്കാൻ റെഡിയാണെങ്കിൽ പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന മറ്റൊരു മനോഹര കാഴ്ചകളെ കാത്തിരിക്കുന്നുണ്ട് അവിടെ. എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. പിന്നില്ലേ, നമ്മുടെ ഗിവ് അവേ സീരീസ് തുടരുകയാണ് കേട്ടോ. അപ്പോൾ വേഗം കമന്റുകൾ ഇട്ടോളൂ. ആ ലക്കി വിന്നർ ഒരു പക്ഷേ നിങ്ങളാവാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് എത്തിയപ്പോൾ ഞാൻ ആകെ ടയേർഡാണ്. എനിക്കാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒരു തരത്തിൽ വിറയ്ക്കുകയായിരുന്നു. പക്ഷേ അവിടെ എത്തി നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു മനസ്സിന് സന്തോഷം, സമാധാനം തോന്നി. അപ്പോൾ ഞാൻ ചിന്തിക്കുകയും ചെയ്തു, ദൈവമേ, നമുക്ക് ബ്ലൂ ലഗൂൺ പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം ബ്ലൂ ലഗൂൺ പോകണമെങ്കിൽ നമുക്ക് ഗൈഡ് മാൻഡേറ്ററി ആണ്. ഞങ്ങൾ ഗൈഡിന് എടുത്തിട്ടില്ലായിരുന്നു. 2000 രൂപ വരെ ഗൈഡിന് പറയുന്നുണ്ടായിരുന്നു, അത് അതിന് മുകളിലോ. സോ ഞങ്ങൾക്ക് അത്രയും കാശ് സ്പെൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങളത് എടുത്തില്ല ഗൈഡിനെ. അപ്പോൾ ഞങ്ങൾ ഓക്കെ ശരി തിരിച്ചു പോകാമെന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണ്ട ഒരു കപ്പിൾ അവർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഗൈഡ് ഉണ്ടെന്ന്. നോക്കി തമ്പുരാൻ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന്. സോ ഞങ്ങൾ അവരെ കൂടെ അങ്ങ് കൂടി. അങ്ങനെ ബ്ലൂ ലഗൂൺ നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. സത്യത്തിൽ ഞങ്ങൾ വല്ലാതെ ലക്കി ആയിരുന്നു ഈ ഒരു ദിവസം. യൂഷ്വലി ബ്ലൂ ലഗൂൺ വന്നിട്ട് വർഷത്തിൽ എല്ലാ ദിവസവും ഓപ്പൺ അല്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവിടെ ടൂറിസ്റ്റുകളെ അവർ അലോ ചെയ്യത്തുള്ളൂ എന്നാണ് അവിടുത്തെ ലോക്കൽസ് പറഞ്ഞത്. ഈ ഒരു സീസണിൽ ഞങ്ങൾ ചെന്ന ദിവസം, ആ ഒരു ദിവസമായിരുന്നു ബ്ലൂ ലഗൂൺ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, കുടുംബക്കാരെ, ആ യാത്രയെന്ന് പറയുന്നത് വല്ലാത്തൊരു അഡ്രീനാലിൻ റഷ് ചെയ്യുന്ന വല്ലാത്തൊരു ഡേഞ്ചറോടൊരു യാത്രയായിരുന്നു. ഞങ്ങൾ ശരിക്കും ചിന്തിച്ചു തിരിച്ചു വരുന്ന വഴിക്ക്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊരു ഗോപ്രോയോ അല്ലെങ്കിൽ നമ്മുടെ തലയിലോ നെഞ്ചിലോ ഒരു ക്യാമറ കെട്ടിവെക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ വിഷ്വൽസ് ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് മൊബൈൽ എടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ചില പോയിന്റിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഒരു പാലത്തിൽ 4 പേരെ കടത്തി വിടത്തുള്ളൂ അറ്റ് എ ടൈം. പാലങ്ങൾ കിടന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഈ തൂക്കുപാലം ആടുന്ന ചൂക്കു 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 എന്ന് ആടിക്കൊണ്ടിരിക്കുക. ചില സ്ഥലത്ത് കമ്പികൾ പിടിച്ച് അക്കരെ ഇക്കരയും കൂടെ കെട്ടിട്ട് അവിടെ മുളകളോ ഒക്കെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ മുളകളൊക്കെ പൊളിഞ്ഞിരിക്കുക, കമ്പികൾ തുരുമ്പിച്ച് ദ്രവിച്ച് കഴിഞ്ഞു. താഴേക്ക് നോക്കിയാൽ ഈ നദി ഒഴുകുന്ന കാണാം, പാറക്കെട്ടുകൾ കാണാം, തല കറഞ്ഞു. ഈ പാലമാണെങ്കിലോ ഇരുന്ന് ആടക്കം തന്നെയാണ്. പേടിച്ച് നടക്കുന്നു. ആദ്യം രാമുവിന് ധൈര്യം ഉണ്ടായിരുന്നു മൊബൈൽ എടുക്കാം, ക്യാമറ എടുക്കാന്നൊക്കെ കരുതി. പിന്നെ അയാൾ പറഞ്ഞു വേണ്ട, മതിയായി. അവരെ കൂടെ വന്ന ആൾക്കാർക്ക് ഗൈഡ് ഉള്ളതുകൊണ്ട് അവരുടെ ബാഗൊക്കെ ഗൈഡ് തൂക്കി. ഞങ്ങളാണെങ്കിലോ ഞങ്ങളുടെ ബാഗ് ഞങ്ങൾ തന്നെ ചുമ്മേണ്ട അവസ്ഥയായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ താഴേക്ക് ഫുള്ള് കുഴിയാ, നദിയാ. ഈ റൂട്ട് ബ്രിഡ്ജ് പോലെ കെട്ടുപിടഞ്ഞ് കിടക്കാം. മേളിലേക്ക് കയറണം, ഒരു 45 ഡിഗ്രി പോലെയോ അല്ലെങ്കിൽ കുറച്ചൊരു ആംഗിളിൽ നമ്മൾ മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറിയിട്ട് നമ്മൾ പിന്നെ നടക്കണം. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കയറണം, പിടിച്ച് കയറണം. ഓരോ പോയിന്റിൽ ഞങ്ങൾ ചിന്തിക്കുക, ദൈവമേ ഇത് എത്താറായോ. അവസാന മൊമെന്റിൽ ഞങ്ങൾ ബ്ലൂ ലഗൂൺ എത്തിയിട്ടോ ഈ താഴേക്ക് ഇറങ്ങുന്ന വഴി കുറച്ച് സ്റ്റെപ്പാണ്. പിന്നെ ഈ പാറക്കെട്ടുകളുടെ കൂടെയൊക്കെ ഇടയ്ക്കിലൊക്കെ ഇറങ്ങണം. പറയാണ്ടിരിക്കാൻ വയ്യ. ഈ കാഴ്ചയെന്ന് പറയും എന്ത് രസമെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. രാമുന് കുളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരുടെ ഈ സാധനങ്ങളൊക്കെ ഗൈഡ് നോക്കിയതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റി. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി, കാരണം നമ്മുടെ മൊബൈലും ബാക്കി ബാഗൊക്കെ ഒരാൾ നോക്കുന്നുണ്ടായോ. ലൈഫ് ജാക്കറ്റ് മാൻഡേറ്ററി ആണ്, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും, റെന്റിന് എടുക്കാൻ പറ്റും. ഇവിടെ ഫുഡ് ഒരു ചേച്ചി വന്നിട്ട് മൊമോസും സൂപ്പും വിൽക്കുന്നുണ്ടായിരുന്നു. സൂപ്പിന് 50 രൂപയും മൊമോസിന് 50, രണ്ടിനും 50 രൂപയായിരുന്നു. പക്ഷേ രണ്ടും ആ ബ്ലൂ ലഗൂണിൽ ഇറങ്ങി നമ്മൾ കുളിച്ച് കയറി വരുമ്പോൾ കിട്ടുന്നതുണ്ടല്ലോ, അല്ലാത്തൊരു സമാധാനമായിരുന്നു അത്രയും ട്രക്ക് ചെയ്തിട്ട്. ഇനി ഇവിടെ നിന്ന് അടുത്ത് പോകാൻ നമുക്ക് വരുന്നത് റെയിൻബോ ഫോൾസിലേക്ക്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഞങ്ങൾ എല്ലാവരും തളർന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും എന്താ പറയുക, അവർക്ക് ഒത്തിരി അധികം നേരം വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തു. ഈ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വളരെ തെളിഞ്ഞ നീല കളറിലെ ഒരു വെള്ളമാണ്. പ്യൂറാണ്. അത് ഏതൊരാൾക്കും ലൈഫ് ജാക്കറ്റോട് കുളിക്കാൻ പറ്റും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. വലിയ ആഴമൊന്നുമില്ല. ആ വെള്ളം വീഴുന്ന ചെറിയൊരു മിനിയേച്ചർ വാട്ടർഫോൾ പോലെ, നമ്മൾ ക്രാങ്സുരി കണ്ടില്ലായോ, അത്ര വലുതല്ല, എന്നാൽ ചെറിയൊരു വാട്ടർഫോൾ ആ വന്ന് വീഴുന്നു. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ അഡ്രീനാലിൻ റഷ് ആയിട്ടുള്ള ട്രക്കിങ്. ഒരു 3500 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 3000 സ്റ്റെപ്പുകൾ താഴെ ഇറങ്ങി വന്ന് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കണ്ട് നമുക്കൊന്ന് നമ്മുടെ മനസ്സും ശരീരവും അനുവദിക്കുമെങ്കിൽ ഇവിടെ എത്തി ആ തണുത്ത നീല വെള്ളത്തിൽ കുളിച്ച് കയറുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനം ഉണ്ടല്ലോ, അത് വർത്ത് വിസിറ്റാണ്. നിങ്ങൾ യാത്രകളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്താ പറയുക സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ, ട്രസ്റ്റ് മീ, ഇത് വർത്ത് വിസിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഗൈഡ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഗൈഡിനോട് ആരും ചോദിക്കാം, അവിടെ നിന്ന് എന്നോട് കൂടെ കൂട്ടാവോ, അവർക്ക് നഷ്ടമില്ലല്ലോ ഗൈസ്.
ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് പോകുന്ന സമയത്ത്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എഗൈൻ ഒരിക്കൽ കൂടി പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങൾ ആർക്കാണ് ആ ഗീവ് അവേ കിട്ടുകയെന്നറിയില്ല. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത മാസം ഏപ്രിലിൽ നല്ല പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ കൂടുതൽ ഗീവ് അവേസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഓൾ. ബൈ. ബൈ.